പ്രായമാകുന്നതിന്റെ ആദ്യ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് കൺതടങ്ങളിലാണ്. വളരെ തിന്നായിട്ടുള്ള, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണത്. കൊളാജനും ഇലാസ്റ്റിനും ഒക്കെ ശരീരത്തിൽ കുറയുമ്പോൾ ഈ ഏരിയയിലാണ് ആദ്യത്തെ മാറ്റങ്ങൾ സംഭവിക്കുക. കണ്ണിനടിയിൽ ഉണ്ടാകുന്ന പഫ്നെസ്, ഡാർക്ക്നെസ്, റിങ്കിൾസ് ഇതൊക്കെ പലരെയും അലട്ടുന്ന വലിയൊരു വിഷയമാണ്. ഒരുപാട് പേര് എനിക്ക് കമന്റ് ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന്. അതുകൊണ്ട് കൂടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് ചെയ്യുന്നത്. വളരെ കെയർഫുൾ ആയിട്ട് ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു അവയവമാണ് കണ്ണ്. കാരണം നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സിന്റെയും ഉറക്കമില്ലായ്മയുടെയും അനാരോഗ്യത്തിന്റെയും ഒക്കെ ആകെത്തുക നമ്മുടെ കണ്ണുകളിൽ കാണാൻ കഴിയും. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പരിഹരിക്കണമല്ലോ, അല്ലേ? കണ്ണിനടിയിൽ ഉണ്ടാവുന്ന കരിവാളിപ്പ്, തടിപ്പ്, അതേപോലെ ചുളിവുകൾ ഇതൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇതെങ്ങനെ ഉണ്ടാവുന്നു, എന്താണ് ഇതിനൊരു സൊല്യൂഷൻ, ഭാവിയിൽ ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ എം കുക്കു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ചുളിവുകളും പഫ്നെസ്സും ഡാർക്ക്നെസ്സും ഒക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ കണ്ണിനടിയിൽ രൂപപ്പെടുന്നത് എന്നതാണ്. നമ്മൾ കണ്ണിൽ വെറുതെ ചൊറിയുന്നത് പോലും കണ്ണുകളിൽ ചുളിവുകൾ വീഴാൻ കാരണമാകും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കണ്ണിനടിയിലെ സ്കിൻ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചെറിയ രീതിയിലുള്ള പ്രഷർ കൊടുത്താലും അവിടെ ഫൈൻ ലൈൻസ് ഒക്കെ വീഴാൻ കാരണമാകും. പിന്നെ ഡീഹൈഡ്രേഷൻ കണ്ണിനടിയിൽ ചുളിവുകൾ വീഴ്ത്താൻ കാരണമാകുന്ന ഒരു ഘടകമാണ്. അതേപോലെ സൺ ഡാമേജ്, UV റേസ് നമ്മുടെ കൊളാജൻ നശിപ്പിക്കുകയും ഈ ചുളിവുകൾ വീഴാൻ കാരണമാവുകയും ചെയ്യുന്നു. മറ്റൊന്ന് ഏജിംഗ് പ്രോസസ്സ്. കൊളാജനും ഇലാസ്റ്റിനും ഒക്കെ ശരീരത്തിൽ കുറയുമ്പോൾ കണ്ണിന് താഴെയും ഇരുവശങ്ങളിലുമൊക്കെ ചുളിവുകൾ രൂപപ്പെടാൻ കാരണമാകുന്നു. പിന്നെ പഫ്നെസ് എന്ന് പറയുന്നത് കണ്ണിനടിയിൽ ഒരു ഫ്ലൂയിഡ് റിറ്റൻഷൻ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ തടിച്ചു കിടക്കുന്നത്. ഇതിന് ഉറക്കമില്ലായ്മ വലിയൊരു ഘടകമാണ്. അതേപോലെ തന്നെ അമിതമായി ഉപ്പ് കഴിക്കുന്നത്, ജങ്ക് ഫുഡ്സ്, ചില അലർജീസ്, അതേപോലെ മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ അമിതമായി ഉപയോഗിക്കുന്നത്, ഇതൊക്കെ ഇത്തരത്തിൽ പഫ്നെസ് രൂപപ്പെടാൻ കാരണമാകുന്ന ഘടകങ്ങളാണ്. നമ്മുടെ കണ്ണിനടിയിൽ ഓയിൽ ഗ്ലാൻസോ സെക്രീഷനോ അധികമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ പെട്ടെന്ന് ഡ്രൈ ഔട്ട് ആവും. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ട്രെയിൻ നമ്മുടെ ശരീരത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും അധികം ക്ഷീണിതരാവുന്നത് നമ്മുടെ കണ്ണുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങിയില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരുമ്പോഴോ കണ്ണുകൾ വളരെ ക്ഷീണിതമായി കാണപ്പെടുന്നത്. പിന്നെ മെലാനിൻ പ്രൊഡക്ഷൻ കൂടുതലാവുന്നതും കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾസ് രൂപപ്പെടാൻ കാരണമാവുന്ന ഘടകങ്ങളിലൊന്നാണ്. പിന്നെ സൺ എക്സ്പോഷർ, ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം ഇതെല്ലാം കണ്ണിനടിയിൽ രൂപപ്പെടുന്ന ഇത്തരത്തിലുള്ള ചുളിവുകൾ അല്ലെങ്കിൽ തടിപ്പ്, ഡാർക്ക് സർക്കിൾസ് ഇതെല്ലാം രൂപപ്പെടാൻ കാരണമായേക്കാവുന്ന ഘടകങ്ങളാണ്. ഇനി ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ? അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു ആൻറ്റി ഏജിങ് ഐ ക്രീമാണ്. മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള സിറംസിനൊക്കെ നല്ല വിലയാണ്. അപ്പോൾ നമുക്ക് അധികം വിലയൊന്നും കൊടുക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സിറമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് റോസ് ഓയിലാണ്. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ റോസ് ഓയിൽ. ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് നൽകുന്ന ഒന്നാണ് ഈ റോസ് ഓയിൽ. അതുകൊണ്ട് തന്നെ ഇത് കണ്ണിനടിയിൽ ഉണ്ടാവുന്ന ഡ്രൈനെസ് ഒക്കെ മാറ്റി അവിടെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇതിൽ അമിനോ ആസിഡുകൾ ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ചുളിവുകൾ ഇല്ലാതെ നിലനിർത്തുവാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നു. പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. സോ ഇത് കണ്ണിനടിയിൽ ഉണ്ടാവുന്ന തടിപ്പുകൾ, ചുളിവുകൾ ഒക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അണ്ടർ ഐ പഫ്നെസ്, ഡാർക്ക്നെസ്, റിങ്കിൾസ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് റോസ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ സിറം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് റോസ് ഓയിലാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആൽമണ്ട് ഓയിലാണ്. ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇയുടെ ഒരു ഉറവിടമാണ്. ഇത് അണ്ടർ ഐ പോലുള്ള ഏരിയകളിൽ നല്ലൊരു മോയ്സ്ചർ നൽകുകയും ഇത് പഫ്നെസ്, ഡാർക്ക്നെസ് ഇതൊക്കെ കുറയ്ക്കുകയും സ്കിൻ റിപ്പയർ ചെയ്യുകയും ഒരു നാച്ചുറൽ ബ്രൈറ്റനിങ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കണ്ണുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു പ്രശ്നങ്ങൾക്കും വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഓയിലാണ് ആൽമണ്ട് ഓയിൽ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ ആണ്. നമുക്കറിയാം ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഹ്യൂമക്റ്റന്റ് ആണ്. ഒരു ഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. കണ്ണിനടിയിൽ സെബേഷ്യസ് ഗ്ലാൻസ് കുറവായതുകൊണ്ടാണ് അവിടെ പെട്ടെന്ന് ഡ്രൈ ഔട്ട് ആവുന്നത്. സോ ഗ്ലിസറിനിൽ ധാരാളം മോയ്സ്ചർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് അവിടെ ഉണ്ടാവുന്ന റിങ്കിൾസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്തതായിട്ട് വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ആണ്.
ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. ഇത് കണ്ണിനടിയിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ, പഫ്നെസ്, ഡാർക്ക്നെസ് ഇതൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ സിറം തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് റോസ് ഓയില്, രണ്ടാമത് ആൽമണ്ട് ഓയില്, മൂന്നാമത് ഗ്ലിസറിൻ, നാലാമത് അലോവേര ജെൽ, അഞ്ചാമത് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. വലിയ ചിലവുകളൊന്നും ഇല്ലാത്ത ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. ഒരു ബൗളിൽ 2 ടീസ്പൂൺ റോസ് ഓയിൽ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്യുക, 1 ടീസ്പൂൺ അലോവേര ജെൽ ആഡ് ചെയ്യുക, 1/2 ടീസ്പൂൺ ഗ്ലിസറിൻ ആഡ് ചെയ്യുക, 3 വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ബോട്ടിലിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. നൈറ്റ് ടൈമിൽ നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൽ നിന്ന് ഒരു 2-3 ഡ്രോപ്സ് എടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. എല്ലാ ദിവസവും നിങ്ങൾ ഇത് ചെയ്യുക. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഐ സിറമാണിത്. നൈറ്റ് അപ്ലൈ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കണ്ണിനടിയിൽ ഉണ്ടാവുന്ന ഈ പഫ്നെസ്, ഡാർക്ക്നെസ്, അതേപോലെ റിങ്കിൾസ് ഇതൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐ സിറമാണിത്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം ചിലവൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വാങ്ങിക്കാവുന്ന, വലിയ വിലയൊന്നും കൊടുക്കേണ്ടാത്ത കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഹോം റെമഡി നിങ്ങൾ ട്രൈ ചെയ്യുക. കാരണം ഇത് പിന്നെ ചെയ്യാമെന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ആ ഡാർക്ക്നെസ്സും ആ റിങ്കിൾസും ഒക്കെ കൂടി വരികയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴാണോ നമ്മളത് മനസ്സിലാക്കുന്നത്, ചിലപ്പോൾ നല്ലൊരു വെട്ടത്തിൽ കണ്ണാടി കാണുമ്പോഴായിരിക്കും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും കണ്ണിനടിയിൽ ഉണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു സിറമാണിത്. ഇനി ഇതൊക്കെ വരാതിരിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ വെള്ളം കുടിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഉറക്കവും അനിവാര്യമാണ്. ഒരു ദിവസം ഒരു 7-8 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക. പിന്നെ കമ്പ്യൂട്ടർ, മൊബൈൽ ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ ഈ ഐ ക്രീം ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു മസാജും ചെറിയൊരു എക്സസൈസും ഒക്കെ കണ്ണിന് കൊടുക്കുക. അതേപോലെ തന്നെ പുറത്തേക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ കണ്ണ് നല്ലതുപോലെ കഴുകുക. കണ്ണിലേക്ക് കുറച്ച് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കഴുകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകളെ വളരെ മനോഹരമായിട്ട്, വളരെ സുന്ദരമായിട്ട്, തിളക്കത്തോടെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കണ്ണിനടിയിൽ ഉണ്ടാകുന്ന ഇത്തരം ഡാർക്ക്നെസ്സും പഫ്നെസ്സും റിങ്കിൾസും ഒക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. ഏജിങ് പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്, അല്ലാതെ ചെറുപ്പക്കാരിലും ഉണ്ടാകുന്നുണ്ട്. എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇത് അറിഞ്ഞിട്ടും നമ്മളത് ട്രീറ്റ് ചെയ്യാതെ മുൻപോട്ട് പോവുകയാണെങ്കിൽ അത് കൂടുതൽ വഷളാവുകയുള്ളൂ. അപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് കണ്ടെത്തുക. അതിനനുസരിച്ച് നമ്മളതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ലിസ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ഇതിൻ്റെ ലിങ്ക് തരുമോ എന്നൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് അതിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.